ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ചില വ്യക്തികളെക്കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചില വസ്തുതകളെക്കുറിച്ചോ ഒക്കെ തെറ്റായിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ശരിയാണെന്ന് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചുമാകാം, അതായത് അവർ ശരിയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും പിന്നീട് അത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഒന്നും തന്നെ പറയണ്ട എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കും. അതായത് ചില കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിതമാകും. അതൊരു പക്ഷേ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇൻറ്റൻഷൻ കൊണ്ടോ ആയിരിക്കാം. മറ്റു ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നതായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങളെ വ്യക്തികളെ ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് അത് ശരിയാവില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ശരിയാവില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ശരിയാവില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. പിന്നീട് അതിനെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ആ ഒരു കാര്യം വിട്ട് കളഞ്ഞ് ശരിയായില്ല, എനിക്കത് എൻ്റെ കയ്യിലേക്ക് വന്നൊരു കാര്യമാണ്, ഞാനത് നന്നായി അത് ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു, അത് ഞാൻ വിട്ട് കളഞ്ഞല്ലോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ടാവും, നിങ്ങൾ വിഷമിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സിറ്റുവേഷൻ, വ്യക്തികൾ, അതേപോലെ തന്നെ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. എടുത്തു ചാടി തീരുമാനമെടുത്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നെക്സ്റ്റ് 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ലഭിക്കും. ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിലാകും. അതേപോലെ തന്നെ ചില പേർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നേക്കാം. അതായത് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെന്ന് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്ന് വരാം. അതെല്ലാം നിങ്ങൾക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ കാരണമാകും. ഇനി നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്? അത് പ്രണയമാകാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാവാം, എന്ത് തന്നെ ആണെങ്കിലും അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം.